ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളുടെ എല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വ്രതത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഖിച്ചടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സമ റൈസ് ഖിച്ചടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സമ റൈസ് നമുക്കാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഏത് കല്യാണ സ്റ്റോറിലാണെങ്കിൽ നമുക്കാണെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിലാണെങ്കിലും കിട്ടും കേട്ടോ അത് മേടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഓൺലൈൻ മേടിച്ചാൽ മതി. ഓൺലൈൻ തീർച്ചയായിട്ടും മുറയ്യാന്ന് ചിലടത്ത് പറയും, ചിലടത്ത് സമ റൈസെന്നും പറയും. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ. ഒത്തിരി നമ്മൾ അരി കഴുകത്തില്ല, സെയിം അതുപോലെ നന്നായിട്ട് 2-3 തവണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകണേ. എന്നിട്ട് അതിന് ശേഷം ഒരു 1 പോട്ട് റെസിപ്പിയാണ് ഇത്. പിന്നെ നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കാം. അതിപ്പോൾ നെയ്യും കൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യും കൊണ്ട് വേണേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്ക് നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ഗ്രേറ്റ് ചെയ്ത് അതും കൂടെ നമുക്ക് ആദ്യത്തോട്ടൊന്ന് ആഡ് ചെയ്തെടുക്കാം. പിന്നെ കപ്പലണ്ടിയാണെങ്കിൽ ഞാൻ മുകളിൽ കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വറുത്ത് മേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ മുകളിൽ എനിക്ക് ഇച്ചിരി ക്രഞ്ചായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമെങ്കിൽ നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് വറുത്ത് ഇട്ട് ശേഷം വേണം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സാക്കി മുറിച്ചത് അതും ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അരി നമ്മൾ സമ റൈസ് ഇല്ലേ അത് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റത്തേക്ക് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ 250 ml കപ്പിന് 2 കപ്പ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം പാകത്തിനാണ് കേട്ടോ. ഒട്ടും അധികം വരത്തില്ല, പാകത്തിനായി കിട്ടത്തേ ഉള്ളൂ. പിന്നെ നമുക്കാണെങ്കിൽ ഒരു ചെറിയൊരു ടീസ്പൂൺ നമുക്ക് ഹിമാലയ സോൾട്ട് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വ്രതത്തിന് കഴിക്കാൻ പറ്റിയ സോൾട്ടാണ് കേട്ടോ. ഇവിടെ അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. തണുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ മേളിൽ കൂടെ കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ കപ്പലണ്ടിയൊക്കെ വറുത്ത് വെച്ചേക്കുന്ന അതിന് തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ചെറിയ നാരങ്ങ നീര് നമുക്ക് വേണമെങ്കിൽ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സമ റൈസ് ഖിച്ചടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചൂടോത്തോടെ വേണേ കഴിക്കാനായിട്ട് എന്നാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ബൈ ഫ്രണ്ട്സ്.